ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെൻസ്ട്രൽ കപ്പിൻ്റെ തന്നെ ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ട്. ഒരുപാട് പേര് എനിക്കിത് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നല്ല വീഡിയോ ആണ്, ഒരുപാട് യൂസ്ഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് നന്ദി. കാരണം എനിക്കത് യൂസ് ചെയ്യാനുള്ള ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ പോലെയുള്ള ഒരുപാട് പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം നോർമൽ ലൈഫിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. പക്ഷേ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഞാൻ കണ്ടിട്ട് ട്രാവൽ ചെയ്യുന്നവർക്കും വർക്ക് ചെയ്യുന്നവർക്കും അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാത്തവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. കാരണം നമുക്ക് പുറത്ത് പോകുമ്പോഴാണിത് ചേഞ്ചിങ്ങിൻ്റെ പ്രശ്നവും അങ്ങനെയൊക്കെ വരും. ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക, അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ചെയ്താൽ മതി. നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും നൈറ്റിൽ മതിയാവും, ഒരു 5 മിനിറ്റ് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് എടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കണം. പറ്റുകയാണെങ്കിൽ അവർ സാധാരണ ചെയ്യുന്നതെന്ന് നമുക്ക് ആ ഒരു തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസവും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. എന്നിട്ട് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം ആ ഒരു കിറ്റിൽ തന്നെ ഇട്ട് ടൈ ചെയ്തതിന് ശേഷം ആ ഒരു ബോക്സിലിട്ട് വെച്ചിരുന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കൊരു ഹൈജീൻ്റെ പ്രശ്നമൊക്കെ വരുന്നത് കൊണ്ട് ഡെയിലി വേണമെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കാം, അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ജേംസിൻ്റെ പ്രശ്നമോ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാതിരിക്കും, ഒരു ഹൈജീൻ ഇഷ്യൂസ് വരാതിരിക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുള്ള സംശയം ഇത് ഇൻസേർട്ട് ആയിക്കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് പോവുമോ എന്നതാണ്. അപ്പോൾ പക്ഷേ ഇത് ഒരിക്കലും ഉള്ളിലേക്ക് പോവില്ല കേട്ടോ. കാരണം ഇത് ഇരിക്കാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ഇത് ഉള്ളിലോട്ട് കയറി പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ കയറി പോകുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവിടെ അത്രയും സ്പേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ലീക്കേജ് ഉണ്ടാവുന്നു എന്തുകൊണ്ടാണെന്ന്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ലാർജാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ലീക്കേജിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലാർജ് കുറച്ച് വലുതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മീഡിയത്തിലേക്ക് മാറിയപ്പോൾ ലാർജ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5 hours, ചിലപ്പോൾ ഞാനൊരു 8 hours ഒക്കെ കഴിഞ്ഞിട്ടാണ് റിമൂവ് ചെയ്യാറുള്ളത് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ. പക്ഷേ ഈ 8 hours കഴിഞ്ഞ് റിമൂവ് ചെയ്യുമ്പോഴും അത് ഫില്ലായിട്ടുണ്ടാവില്ല. നമുക്ക് വാഷ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം, ലീക്കേജ് ഉണ്ടാവില്ല. ആ സമയത്ത് മീഡിയം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ പറയണത്. ഒരു 6 hours ഒക്കെ ആകാറാവുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ ചില ടൈമിൽ സ്റ്റാർട്ടിങ് ഒക്കെ ആകുമ്പോൾ നല്ല ഫ്ലോ ഉള്ള ടൈമിൽ ലീക്കേജ് ഉണ്ടാവും. അതായത് അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റ് ലാർജ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ലീക്കേജും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ എന്താ ചെയ്യുക, 6 hours വരെ വെയിറ്റ് ചെയ്യരുത്, അതിന് മുമ്പ് റിമൂവ് ചെയ്തതിന് ശേഷം അത് വാഷ് ചെയ്തിട്ട് റീഇൻസേർട്ട് ചെയ്യുക. അത് അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സൈസ് ചൂസ് ചെയ്യുക. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ലാർജ് ആകുമ്പോൾ കുറച്ച് ഹെവിയാണ്. അപ്പോൾ അത്രയും വേണ്ടാത്തവർക്ക് മീഡിയം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം എടുത്തതിന് ശേഷം ഒരു 6 hours ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുമ്പ് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ സൈസാണ്. സൈസ് ഞാൻ പറഞ്ഞല്ലോ, ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയം ഒക്കെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്മോളൊക്കെ മതിയാവും. പിന്നെ സിസേറിയൻ അങ്ങനെയുള്ള നോർമൽ ഡെലിവറിയൊക്കെ ഉള്ളവർക്ക് ലാർജ് യൂസ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. ഒരു 2 ഡെലിവറിയൊക്കെ കഴിഞ്ഞവർക്ക് അതൊക്കെ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. ആദ്യം ഞാൻ ലാർജാണ് വാങ്ങിച്ചത്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ കറക്റ്റായിട്ട് മീഡിയമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ഹെവി ഫ്ലോ ഉള്ള ടൈമിൽ അത് എടുത്തതിന് ശേഷം 6 hours വരെ വെയിറ്റ് ചെയ്യില്ല. ഹെവി ഫ്ലോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ഒരു 1-2 ദിവസം നമ്മൾ കുറച്ച് നേരത്തെ ചെയ്താൽ മതി. പിന്നീട് ഒരുപാട് ഡൗട്ട്സുകൾ ഇങ്ങനെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ പലർക്കുള്ള ഡൗട്ടിൻ്റെ ഫോൾഡിങ്ങിനെ പറ്റിയാണ്. ഒന്ന്, ഈ ഒരു രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 or 4 ആയിട്ട് ഞാനിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇൻസേർട്ട് ചെയ്യാറുണ്ട്. അപ്പം പല രീതിയിൽ പിന്നീട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇൻസേർട്ട് ചെയ്യാം. അതൊക്കെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ആ ഒരു ബോക്സിൽ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ കംഫർട്ട് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ ഇൻസേർട്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിലോട്ടുള്ള വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് തന്നാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ആ സ്റ്റെമ്മ് ഉള്ളിലേക്ക് കയറിപ്പോവും,
അപ്പോൾ അത് കണ്ടിട്ട് ടെൻഷൻ ആവുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും അടിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി. ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റെമ്മ് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ അതിൽ പിടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് പതുക്കെ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്താൽ മതി കേട്ടോ. താഴ്ഭാഗത്ത് സ്റ്റെമ്മിൻ്റെ കുറച്ച് മുകളിലായിട്ട് നമ്മുടെ 2 ഫിംഗേഴ്സ് കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക 2 സൈഡിലായിട്ട്. എന്നിട്ട് പതുക്കെ റിമൂവ് ചെയ്തെടുത്താൽ മതി. സേഫാണ്. ആ ടൈമിലൊന്നും നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ടെൻഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിളാണ്. ആ ഒരു പീരീഡ്സ് ടൈം ആണെന്ന് അറിയുകയില്ല, അത്രയും കംഫർട്ടബിളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. കാരണം നമ്മൾ പാഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിങ്ങും അങ്ങനെയുള്ള ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഇത് യൂസ് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസമാണെന്ന് പോലും അറിയില്ല കേട്ടോ. അത്രയും കംഫർട്ടബിളാണ്. യൂസ് ചെയ്ത എല്ലാവരും പറയണത്, ഈവൻ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും എല്ലാവരും ഇതേ അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ. ഇത്രയും നമ്മൾ എന്തുകൊണ്ട് ഇത് വൈകി എന്നാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. നമുക്ക് ആദ്യത്തെ ഒരു ടെൻഷനാണ്. ആദ്യത്തെ ഒരു 1-2 ദിവസം നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ വരും കേട്ടോ. ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിൽ പോവുമോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടെൻഷൻസ് ഉണ്ടാവും. ഒരു സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് മാറിക്കിട്ടും. ആ ഒരു 1-2 ദിവസത്തെ കാര്യമേ ഉള്ളൂ. പിന്നീട് നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും. നമുക്കങ്ങനെ ടെൻഷനും കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇൻസേർട്ട് ചെയ്തു എന്ന് പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പിന്നെ നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് ലീക്കേജും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലർ ചോദിക്കാറുണ്ട് ഉറങ്ങാൻ നേരത്ത് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, ഇൻസേർട്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. ലീക്കേജും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. പിന്നെ മോർണിംഗ് നമുക്ക് റിമൂവ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഈവനിങ് ഒക്കെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങരുത്. എന്നിട്ട് മോർണിംഗ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ പ്രോബ്ലംസ് ഒന്നും വരില്ല കേട്ടോ. ലീക്കേജും കാര്യങ്ങളും ഒന്നും വരില്ല. പിന്നെ ഹെവി ഫ്ലോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഇടയ്ക്കൊന്ന് റിമൂവ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് ഫസ്റ്റ് 1-2 ദിവസത്തെ കാര്യമുള്ളൂ. അത്രയും ഓവർഫ്ലോ ഉള്ളവരൊക്കെ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും വരില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നൈറ്റിൽ കിടന്നുകൊണ്ട് അത് ഉള്ളിൽ പോവുമോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ടെൻഷൻ അടിച്ച് യൂസ് ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1 ഇയർ ആയിട്ട് ഇത് വാങ്ങിച്ച് വെച്ചിരുന്ന ഒരാളാണ്. പക്ഷേ അത് ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പേര് പേടിച്ചിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നവരുണ്ട്. അവസാനം വീഡിയോ കണ്ടിട്ട് യൂസ് ചെയ്തിട്ട് ടെൻഷൻ മാറിയവരുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ആ ഒരു ടെൻഷനൊക്കെ മാറിക്കിട്ടും. ഒന്ന് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ശരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞാൻ സിറോണയുടെയാണ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ബ്രാൻഡിൻ്റെത് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്തതിന് ശേഷം ഏറ്റവും നല്ലതായിട്ട് തോന്നുന്ന ഏതാണോ അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത്. കാരണം എൻ്റെ ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ അനുഭവത്തിൽ എനിക്ക് എന്തൊക്കെ എത്രമാത്രം അത് ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ ബാക്കിലോട്ടുള്ള വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടിട്ടാണ് ഞാൻ രണ്ടാമതൊരു വീഡിയോ ചെയ്തത്. ഒരുപാട് പേരിങ്ങനെ പലതരത്തിലുള്ള ഡൗട്ട്സും ടെൻഷൻസും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റ്സ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാനൊരു സെക്കൻഡ് വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഞാൻ മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോസൊക്കെ കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.